ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം SIT കണ്ടെടുത്തു. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തത്. ഇന്നലെ വൈകുന്നേരം SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്വർണ്ണക്കട്ടികളാണ് കണ്ടെടുത്തത്. 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്ത്, തെളിവ് കിട്ടിയിരിക്കുകയാണ്. സ്വർണ്ണക്കട്ടികൾ കണ്ടെടുത്തിരിക്കുന്നു. ഏറ്റവും നിർണായകമായൊരു നീക്കം തന്നെയാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ? ശ്രീജ, തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ നൽകിയിരുന്നതാണ്. 989 ഗ്രാമാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇവർ മാറ്റിയെടുത്തത്, ഉരുക്കി മാറ്റുന്നത്. അതിനുശേഷം 476 ഗ്രാമാണ് വിൽപ്പന നടത്തുന്നത്. ആ വിൽപ്പന നടത്തിയ 476 ഗ്രാം സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. 109 ഗ്രാം സ്വർണം നേരത്തെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ പണിക്കൂലിയായി കൈപ്പറ്റിയിരുന്നു. ഇനി അതും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഇനി അന്വേഷണ സംഘത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം, തൊണ്ടി മുതൽ നേരത്തെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അത് എവിടെയാണ് എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെയാണ് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചത്. എത്ര ഗ്രാമാണ് മാറ്റിയത് എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കാരണം 5 കിലോയോളം സ്വർണ്ണമാണ് ഈ 2 ദ്വാരപാലക ശില്പത്തിലുമായി പൂശുന്നതിനായി നേരത്തെ തന്നെ നൽകിയിരുന്നത്. ആ സ്വർണം ഇവർ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ച് ഉരുക്കി മാറ്റുകയും തുടർന്ന് ഈ സ്വർണം അതിൽ തന്നെ 476 ഗ്രാം ഇവർ കട്ടിയാക്കി വിൽപ്പന നടത്തുകയുമായിരുന്നു. അത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിലാണ് ഈ സ്വർണം എത്തിച്ച് വിൽപ്പന നടത്തിയതെന്ന മൊഴിയുണ്ടായിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയി. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുത്തിരിക്കുന്നത്. ആ തെളിവെടുത്ത സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ സ്വർണം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്വർണം കണ്ടെത്തുക എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ബെല്ലാരിയിൽ ഗോവർദ്ധനെ ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് തൊണ്ടി മുതലടക്കം കണ്ടെത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 476 ഗ്രാം സ്വർണം കട്ടികളായാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കട്ടികളായി കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇവർ ഉരുക്കി സ്വർണ്ണക്കട്ടികളാക്കി മാറ്റിയിരുന്നു എന്നും വിൽപ്പന നടത്തിയെന്നുമാണ് മൊഴി നൽകിയിരുന്നത്. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നത് സംബന്ധിച്ച് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം രണ്ടാം പ്രതിയായി മുരാരി ബാബുവിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുരാരി ബാബു ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. ഇനി അയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഇപ്പോൾ ഈ സ്വർണത്തിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുക. വിറ്റ സ്വർണത്തിൻ്റെ പങ്ക് ആരൊക്കെ പറ്റിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ അന്വേഷണ സംഘം സംശയമുള്ള ജീവനക്കാരുടെ വീടുകളിൽ ഉൾപ്പെടെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലവിൽ ഇപ്പോൾ പുളിമാത്തെ വീട്ടിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം അതുകൂടാതെ തന്നെ 2 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റു ഉദ്യോഗസ്ഥരുടെ വീടുകളിലൊക്കെ ഇപ്പോഴും റെയ്ഡ് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കർശനമായ പരിശോധനയ്ക്ക് ശേഷം ഇവരെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം മുരാരി ബാബുവിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് കൂടെ ഇരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ അടക്കം അന്വേഷണ സംഘം നടത്തും. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും അല്ലാതെയുമാണ് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തത്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു അത്. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് റിമാൻഡിൽ വിടുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ ഈ തൊണ്ടി മുതൽ കൂടി കണ്ടെത്തിയ സ്ഥിതിക്ക് അന്വേഷണ സംഘം ഒരു പടി കൂടി മുന്നേക്ക് പോയിരിക്കുന്നു എന്നത് തന്നെയാണ്. നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് തന്നെയായിരുന്നു. ഇത് എവിടെ നിന്ന് ഈ സ്വർണം കണ്ടെത്തുമെന്നതായിരുന്നു. നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ നിന്നും മോഷണം പോയിരിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയിൽ കൊള്ള നടത്തി കൊണ്ടുപോയിരിക്കുന്ന സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ആരൊക്കെ ഇക്കാര്യത്തിൽ പങ്കാളികളാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരണം. നേരത്തെ തന്നെ ദേവസ്വം ബോർഡിലെ ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ഈ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന മുന്നോട്ട് പോകുന്നത്. 10 പേരാണ് ഇക്കാര്യത്തിൽ പ്രതിപട്ടികയിലുള്ളത്. 2 പേരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഉറപ്പായും ബാക്കിയുള്ള ആളുകൾക്ക് കൂടി പങ്കുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം അവരുടെ അറസ്റ്റ്. തീർച്ചയായും രജിത്ത്, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഇനിയും കൂടുതൽ പേർ പെടാനുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതായിരുന്നു ചോദ്യം. അത് വ്യാപാരിക്ക് വിറ്റു എന്നുള്ളൊരു കാര്യത്തിൽ ഇന്നലെ സൂചനകൾ ലഭിച്ചു. ഇന്ന് ആ തൊണ്ടി മുതൽ കണ്ടെടുക്കുകയാണ്. കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീക്കുകയാണ് അന്വേഷണ സംഘം. ഈ 30 വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനുള്ളിൽ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കുക എന്ന് തന്നെയല്ലേ ഇവർക്ക് മുന്നിലുള്ള ഒരു ടാസ്ക്?
തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് നടത്തിയത്. അതിൻ്റെ ഭാഗമായാണ് മുരാരി ബാബുവിൻ്റെ പങ്ക് കൂടി അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തതയുണ്ടായിരുന്നു. വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ മുരാരി ബാബുവിൻ്റെ പങ്ക് കൃത്യമായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യ പങ്ക് വഹിച്ചത് മുരാരി ബാബുവാണ്. അതിനുശേഷമാണ് മറ്റുള്ള ആൾക്കാരെ കൂടി കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചന മുരാരി ബാബു നടത്തിയിട്ടുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ ഇതിന് പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം ഇനി മുരാരി ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘത്തിന് ലഭിക്കും. നേരത്തെ പ്രാഥമികമായി ലഭിച്ച ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റെയ്ഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ അവരെ ഇനി ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക. ഉറപ്പായും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന 476 ഗ്രാം അത് സ്വർണം കട്ടികളായി തന്നെ ഈ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നും, ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഗോവർദ്ധന് വിറ്റതിന് ശേഷം ഇത് എല്ലാവരും വീതിച്ചെടുക്കുകയായിരുന്നു എന്ന മൊഴിയടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. ഉന്നതർക്കടക്കം ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യവും നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയാണ്. മാധ്യമങ്ങളോടക്കം പറയും. താൻ മാത്രമല്ല ഉന്നതരുടെ പങ്കുകൾ കൂടി വ്യക്തമാകുമെന്ന കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്.